സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഇംഗ്ലീഷിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് ടെൻസ് എന്ന് പറയുന്നത്. ടെൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാലങ്ങൾ എന്നാണ്. നമ്മൾ പ്രവർത്തിച്ച, നമ്മൾ പറയുന്ന, നമ്മൾ സംസാരിക്കുന്ന, നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ ഏതെങ്കിലും കാലവുമായി കണക്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിനാണ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഏതൊരു ഭാഷയിലും ടെൻസുകളെ മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ വർത്തമാനകാലം, ഭൂതകാലം, ഭാവികാലം, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലം, കഴിഞ്ഞ കാലം, ഇനി വരാനിരിക്കുന്ന കാലം എന്നിങ്ങനെ ടെൻസുകളെ മൂന്നായിട്ടാണ് തരംതിരിക്കുന്നത്. അത് ഏത് ലാംഗ്വേജിലാണെങ്കിലും, ഏത് നാട്ടിലാണെങ്കിലും, ഏതാളുകൾക്കാണെങ്കിലും ടെൻസിനെ ഇങ്ങനെ തന്നെയാണ് തരംതിരിച്ചിട്ടുള്ളത്. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ the tense are divided into the three. The first one is present, and the second one is past, and third one is future. ഒന്നാമത്തത് പ്രസൻറ്റ്, വർത്തമാനകാലം. രണ്ട് പാസ്റ്റ്, ഭൂതകാലം, കഴിഞ്ഞു പോയ കാലം. മൂന്ന് ഫ്യൂച്ചർ, വരാനിരിക്കുന്ന കാലം. സോ ഇങ്ങനെ ടെൻസുകളെ ഇംഗ്ലീഷിൽ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. എന്നാൽ പഴയ ക്ലാസ്സുകളിൽ, ചെറിയ ക്ലാസ്സുകളിൽ ഇംഗ്ലീഷിലെ ടെൻസ് 12 ഐറ്റംസ് ഉണ്ട് എന്ന് പഠിച്ചിട്ടുണ്ട്. ആക്ച്വലി എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? മറ്റു ഭാഷകളിലൊന്നുമില്ലാത്ത വലിയൊരു പ്രത്യേകതയാണ് ഇംഗ്ലീഷിൽ ടെൻസുകൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ടോട്ടലി there are 12 tense in English. അതെങ്ങനെയാണ്, അത് ഏതെല്ലാമാണ് 12 ടെൻസുകൾ എന്ന് ഈ ക്ലാസ്സിൽ വിശദമായി നമുക്ക് മനസ്സിലാക്കാം. ഇതിൽപ്പെട്ട ഓരോ ടെൻസിനെയും, whether it is past or present is or future, ഓരോ ടെൻസിനെയും നമ്മൾ സിമ്പിൾ ആൻഡ് കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, and the last one perfect continuous എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. അത് പാസ്റ്റിലായാലും പ്രസൻറ്റിലാണെങ്കിലും ഫ്യൂച്ചറിലാണെങ്കിലും ഈ 4 ഐറ്റംസ് ഉൾക്കൊള്ളിട്ടുണ്ട്. സോ ഇതുകൊണ്ടാണ് 4 ഐറ്റംസ് ടെൻസുകൾ പാസ്റ്റിലും പ്രസൻറ്റിലും ഫ്യൂച്ചറിലും വരുന്നതുകൊണ്ടാണ് ടെൻസുകൾ 12 എണ്ണം ഉണ്ട് എന്ന് പറയുന്നത്. ഇതിൽ സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, ഇതിൻ്റെ വായന ശൈലി വളരെ ശ്രദ്ധിക്കണം. സിമ്പിൾ ഉച്ചരിക്കുമ്പോൾ അത് പാസ്റ്റിലാണെങ്കിലും പ്രസൻറ്റിലാണെങ്കിലും ഫ്യൂച്ചറിലാണെങ്കിലും ആദ്യം സിമ്പിൾ എന്ന വാക്ക് ഉപയോഗിച്ചതിൻ്റെ ശേഷമാണ് സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ പ്രസൻറ്റ് ആൻഡ് സിമ്പിൾ ഫ്യൂച്ചർ എന്ന മറ്റു 3 എണ്ണം ആദ്യം ടെൻസ് ഉപയോഗിച്ചിട്ട് പിന്നെയാണ് അതിൻ്റെ ഐറ്റംസിന് പറയേണ്ടത്. പാസ്റ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, present perfect and future perfect. So the last one, past perfect continuous, present perfect continuous and future perfect continuous. Like this one we have totally 12 tenses in English language. Then നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിമ്പിൾ പ്രസൻറ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇനിയുള്ള 12 ടെൻസുകളും വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയാൽ ഇംഗ്ലീഷിലെ നല്ലൊരു ഭാഗം നമുക്ക് വളരെ ലളിതമായി സംസാരിക്കാനും വളരെ ലളിതമായി വായിക്കാനും എഴുതാനും നമുക്ക് സാധ്യമാകുമെന്നുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ ശ്രദ്ധിച്ചതുപോലെ ഈ ടെൻസും നിങ്ങൾ നന്നായി ശ്രദ്ധിച്ച് അത് പ്രാക്ടീസ് ചെയ്യുക. സിമ്പിൾ പ്രസൻറ്റിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഓരോ ടെൻസ് പഠിക്കുമ്പോഴും ആക്ച്വലി 2 കാര്യങ്ങൾ നിങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം.
അതെല്ലാ ടെൻസിൻ്റെയും പ്രത്യേകതയാണ്. അതിലൊന്ന് ദ ഫസ്റ്റ് വൺ ഈസ് യൂസേജ്. ഓരോ ടെൻസിൻ്റെയും ഉപയോഗം, അതായത് ടെൻസുകൾ ഇതിൻ്റെ മലയാള അർത്ഥം നോക്കിയിട്ടല്ല ടെൻസുകളെ തീരുമാനിക്കുന്നത്. ഒരു പക്ഷേ മലയാളത്തിൽ പലപ്പോഴും ഒരേപോലെ മീനിങ് നമുക്ക് ഫീൽ ചെയ്തേക്കാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉപയോഗം സാഹചര്യ അടിസ്ഥാനത്തിൽ മാത്രമാണ് ടെൻസ് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് ഓരോ ടെൻസിൻ്റെയും വാട്ട്സ് എ യൂസേജ് ഓഫ് ദാറ്റ് ടെൻസ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കണം. 2, അതിൻ്റെ ഫോം എന്ന് പറഞ്ഞാൽ ഈ ടെൻസ് എഴുതുമ്പോൾ, ടെൻസ് പറയുമ്പോൾ അതിന് കൃത്യമായി സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് ഇങ്ങനത്തെ സാധനങ്ങളുണ്ട്. അതിലേതാണ് ആദ്യം വരേണ്ടത്, ഏതാണ് സെക്കൻഡ് വരേണ്ടത്, ഏതാണ് തേർഡ് വരേണ്ടത് എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കണം. അതിനാണ് ഫോം ഓടിക്കുന്നത്. ഒരു ഉദാഹരണം പറയാം. ഐ ഡ്രിങ്ക് കോഫി എന്നുള്ളത് അവിടെ സബ്ജക്റ്റ് V1 ആൻഡ് ഒബ്ജക്റ്റ്, ദാറ്റ്സ് കൈൻഡ് ഓഫ് സെൻറ്റൻസ് ഈസ് ദാറ്റ്. പക്ഷേ ഐ കോഫി ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ ദ സെൻറ്റൻസ് ഈസ് ആക്ച്വലി റോങ് ബിക്കോസ് ദർ ഇസ് എ ഡിസോർഡർ ഇൻ ദ ഫോം. അതുകൊണ്ട് തന്നെ ഫോമും കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. Then we can just come to the point that is simple present. ഈ സിമ്പിൾ പ്രസൻറ്റിൻ്റെ യൂസേജ് എപ്പോഴാണ്, എന്തെല്ലാം സംസാരിക്കുമ്പോഴാണ് ശരിക്കും ആക്ച്വലി സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കുന്നത്? അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇറ്റ്സ് അബൌട്ട് ഹാബിറ്റ്സ്. നമ്മുടെ ശീലങ്ങളെ പറയുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ശീലം, ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ പത്രം വായിക്കാറുണ്ട്, ഞാൻ കഥ എഴുതാറുണ്ട്, ഞാൻ കോഫിയാണ് കുടിക്കാറ്, ഞാൻ സ്കൂളിൽ പോകാറുണ്ട്, ഞങ്ങൾ ഫുട്ബോൾ കളിക്കാറുണ്ട്, അവൾ എന്നെ കാണാറുണ്ട്, ഞങ്ങൾ എന്നും പാവപ്പെട്ടവരെ സഹായിക്കാറുണ്ട്, രാജു കാർ ഓടിക്കാറുണ്ട്, കുട്ടികൾ പാർക്കിൽ കളിക്കാറുണ്ട്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ശീലങ്ങളെയാണ് ആക്ച്വലി സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ മറ്റൊരു ഉപയോഗമാണ് ഇറ്റ് ഈസ് നാച്ചുറൽ ട്രൂത്ത്സ് എന്ന് പറയുന്നത്. സത്യങ്ങൾ, സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു, ഇങ്ങനെ പറയുന്ന കാര്യങ്ങളെയും സിമ്പിൾ പ്രസൻറ്റിലാണ് ഉപയോഗിക്കുന്നത്. സോ വി ക്യാൻ ജസ്റ്റ് മൂവ് ഇൻ ടു ദ നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് ഫോം. എന്താണ് സിമ്പിൾ പ്രസൻറ്റിൻ്റെ ഫോം എന്ന് പറയുന്നത്? ആദ്യം ഇറ്റ് ഈസ് സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്. ദിസ് ഈസ് ദ ഫോം ഓഫ് ദ സിമ്പിൾ പ്രസൻറ്റ്. അതായത് വളരെ ശ്രദ്ധിക്കേണ്ടത്, സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ചെയ്ത ആൾ. ഇപ്പോൾ രാഹുൽ പാമ്പിനെ കൊന്നു, അവിടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞത് രാഹുലാണ്, ചെയ്ത ആളാണ്. ആക്ച്വലി വേർബ് എന്ന് പറയുന്നത് കൊന്നു, ആ പ്രവൃത്തിയാണ് വേർബ് എന്ന് പറയുന്നത്. എന്തിനെയാണോ കൊന്നത്, പാമ്പ്, ഇറ്റ്സ് എ സ്നേക്ക്, ഇറ്റ്സ് എ ഒബ്ജക്ട്സ് എന്ന പോലെ ഓരോ സെൻറ്റൻസിലെയും അതിൻ്റെ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റുകൾ ഉണ്ടായിരിക്കും. ഇവിടെ സിമ്പിൾ പ്രസൻറ്റ് എഴുതുമ്പോൾ നിങ്ങൾ ആദ്യം എഴുതേണ്ടത് സബ്ജക്റ്റ്, ദെൻ V1. ഒരു കാരണവശാലും വെർബിനെ നമ്മൾ V2, V1, V3 എന്നെല്ലാം തരംതിരിച്ചിട്ടുണ്ട്. V2 ഉം V3 സിമ്പിൾ പ്രസൻറ്റിൽ നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. The verb you have to use is that V1 and object. സോ അതുകൊണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഉണ്ടാക്കി നോക്കാം. ദെൻ ഞാൻ പത്രം വായിക്കാറുണ്ട്. ഐ സബ്ജക്റ്റ് ആൻഡ് വായിക്കുക റീഡ്, ദെൻ ന്യൂസ് പേപ്പർ. ഐ റീഡ് ന്യൂസ് പേപ്പർ. ഞാൻ പത്രം വായിക്കാറുണ്ട്. ഇവിടെ ആദ്യം സബ്ജക്റ്റ് വന്നു, ദെൻ V1 ആണ് ഉപയോഗിച്ചത്, ആൻഡ് ന്യൂസ് പേപ്പർ ഇറ്റ്സ് സബ്ജക്റ്റ്. ലൈക്ക് ദിസ് വൺ we can make so many examples. Then we can just look at the examples here. There are so many examples you can read just here. I write stories every day. ഞാൻ എല്ലാ ദിവസവും കഥകൾ എഴുതാറുണ്ട്. You speak English well. നിങ്ങൾ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്നു. They play cricket in the evening. അവർ വൈകുന്നേരത്തിൽ ക്രിക്കറ്റ് കളിക്കുന്നു. We love country. ഞങ്ങൾ രാജ്യത്തെ സ്നേഹിക്കുന്നു. ഇനി ചെറിയ ഒരു പ്രശ്നം ഇവിടെ ചർച്ച ചെയ്യാനുണ്ട്. അതായത് നമ്മൾ പ്രോനൗൺസ് പഠിച്ച സമയത്ത് ഐ, യു, ദേ, വി, ഹി, ഷീ, ഇറ്റ്, രാജു, ചിൽഡ്രൻ എന്നീ 7 പ്രോനൗൺസുകളും 2 നൗണും കൂട്ടിയിട്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിരുന്നത്. അവിടെ ഐ, യു,
they, we, children. ഈ സബ്ജക്റ്റ് ആണെങ്കിൽ ദർ ഇസ് നോ എനി മിസ്റ്റേക്ക്, ദർ ഇസ് നോ എനി ഡിഫറൻസ്. സബ്ജക്റ്റ് V1 ഒബ്ജക്റ്റ് ഇതേപോലെ അങ്ങോട്ട് എഴുതിയാൽ മതി, പറഞ്ഞാൽ മതി. അതായത് ഇത് മുഴുവനും ഇറ്റ് ഈസ് പ്ലൂരൽ, ഐ മാറ്റിവെച്ചാൽ ബാക്കിയുള്ളതെല്ലാം പ്ലൂരലാണ്. അതേസമയം സബ്ജക്റ്റ് ഹി, ഷീ, ഇറ്റ്, രാജു ഇങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. വെർബിൻ്റെ കൂടെ V1ൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ES അല്ലെങ്കിൽ IES ഇതിലേതെങ്കിലും ഒന്ന് കൂടെ ചേർക്കണം. അപ്പോൾ സ്പീക്ക് എന്നല്ല സ്പീക്സ്. ഗോ വരുമ്പോൾ ഗോസ്, കണ്ടോ ഇവിടെ ES ആണ് ചേർത്തത്, മുകളിൽ S ആണ് ചേർത്തത്. ആൻഡ് ഫ്ലൈസ്, സോറി IES. ഇതിലേതെങ്കിലും SES വെർബിനനുസരിച്ചാണ് SES IES ഒക്കെ ചേർക്കാറ്. ഇതിൽ പൊതുവെ പറയുകയാണെങ്കിൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബിൻ്റെ കൂടെ S ചേർക്കണം എന്നാണ് ഓർമ്മപ്പെടുത്തിയത്. അതിൻ്റെ ഉദാഹരണത്തിൽ നമുക്ക് കാണാം. ദെൻ ഹി ഡ്രിങ്ക്സ് കോഫി. ഹിയോ വെർബിൻ്റെ കൂടെ S ആഡ് ചെയ്ത് കൊടുത്തു. അവൻ രാവിലെ കാപ്പി കുടിക്കാറുണ്ട്. ഷീ ഡ്രിങ്ക്സ് ഫുഡ്. അവൾ വെള്ളം കുടിക്കാറുണ്ട്, അവൾ ഭക്ഷണം പാകം ചെയ്യുന്നു. ഇറ്റ് റെയിൻസ് ഹെവിലി ഇൻ കേരള. കേരളത്തിൽ കനത്ത മഴ പെയ്യുന്നു. രാജു വർക്ക്സ് ഇൻ എ കമ്പനി. രാജു ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അതേസമയം ചിൽഡ്രൻ ലൈക്ക് ചോക്ലേറ്റ്. ലൈക്സ് എന്ന് പറഞ്ഞില്ല, ബിക്കോസ് ചിൽഡ്രൻ ഇറ്റ്സ് എ പ്ലൂരൽ, സോ വി കനോട്ട് യൂസ് ദ എസ് ഹിയർ. ഇറ്റ് ഈസ് ആക്ച്വലി റോങ്. ദെൻ ചിൽഡ്രൻ ലൈക്ക് ചോക്ലേറ്റ്. കുട്ടികൾക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണ്. So this is the better example for you to practice the present, simple present. Then നിങ്ങൾക്ക് ഇതിൻ്റെ തൊട്ടു താഴെ നിങ്ങൾക്ക് ഉദാഹരണങ്ങൾ എഴുതാനുണ്ട്. ഈ ഉദാഹരണങ്ങൾ നിങ്ങൾ ഉപയോഗിച്ചിട്ട് അയ്യു ദേവിയെ നമ്മൾ മുകളിൽ പ്രാക്ടീസ് ചെയ്ത അതേപോലത്തെ സബ്ജക്റ്റ് വെച്ചുകൊണ്ട്, പ്രോണൗൺസ് വെച്ചുകൊണ്ട് നിങ്ങൾ എക്സാമ്പിൾ എഴുതുക. അതിൻ്റെ ശേഷം ഇവിടെ കൊടുത്തിരിക്കുന്ന മുഴുവൻ മലയാള വാക്കുകളും നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. അതിൻ്റെ ശേഷം യു ക്യാൻ സീ, നിങ്ങൾക്കൊരു പാരഗ്രാഫ് സ്റ്റോറി കാണാം. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ ദ സൺ റൈസസ്, കണ്ടോ? ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്ന മാക്സിമം ഓക്സിലറി വേർബ്സ് മാക്സിമം എക്സാമ്പിൾസ് നിങ്ങൾക്ക് കണ്ടെത്താൻ അണ്ടർലൈൻ ചെയ്യുക. സോ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നതും ഇതിൻ്റെ നെഗറ്റീവ് WH ക്വസ്റ്റ്യൻസുകളെല്ലാം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്.